ശ്രീ വി ആർ അനൂപ്, ഒന്നിലധികം കാര്യങ്ങളാണ് ഇപ്പോൾ ഗോപൻ കോൺഗ്രസിനെതിരെ പറഞ്ഞിരിക്കുന്നത്. അങ്ങേക്ക് മറുപടി നൽകാം. ഇവിടെ CPM-ന്റെ പ്രതിനിധികൾ ഇദ്ദേഹം ഉൾപ്പെടെ കുറെ ചാനൽ ചർച്ചകളായിട്ട് ആവർത്തിക്കുകയാണ്. സോണിയാഗാന്ധി ചരട് കെട്ടിക്കൊടുത്തു. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ആരുടെങ്കിലും കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ക്രിമിനൽ കുറ്റമാണോ? ഇനിയിപ്പോ സോണിയാഗാന്ധി എന്താണ് ചെയ്ത കുറ്റകൃത്യം? ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയാതെ ഈ മാന്യന്മാർ പോയി കോടതിക്ക് മുന്നിൽ, അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ കൊണ്ടുപോയി കൊടുത്ത് സോണിയാഗാന്ധിനെ അറസ്റ്റ് ചെയ്യ്. അടൂർ പ്രകാശ് ചെയ്തിട്ട് അടൂർ പ്രകാശിനെ പിടിച്ച് അകത്തിട്. ഇവിടെ ചരട് കെട്ടിയതിനല്ലെന്നേ നിങ്ങളുടെ പത്മകുമാർ ജയിലിൽ പോയി കിടക്കുന്നത്. സ്വർണ്ണം അടിച്ചു മാറ്റിയതിനാ. സ്വർണ്ണം അടിച്ചു മാറ്റിയതിന്റെ പേരില ജയിലിൽ പോയി കിടക്കുന്നത്, ചരട് കെട്ടിയതിനല്ല. ചരട് കെട്ടുന്ന ഇന്ത്യയിൽ കുറ്റകൃത്യം അല്ലാതെ വെറുതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് എല്ലാ ചാനൽ ചർച്ചകളിലും കയറി പറയാ. ചരട് കെട്ടി, ചരട് കെട്ടി. പലരും ചരട് കെട്ടുന്നുണ്ട് പലയിടത്തും. ചരട് കെട്ടലല്ല ഇവിടെ ചർച്ച. ഇവിടെ മാന്യമായി പറയുകയാണെങ്കിൽ മാന്യമായ ഭാഷയിൽ സംസാരിക്കാം. എല്ലാ ചർച്ചയിലും സോണിയാഗാന്ധി ചെയ്ത കുറ്റകൃത്യം എന്താണെങ്കിൽ നിങ്ങളത് അന്വേഷണ ഏജൻസിക്ക് കൊണ്ടുപോയി കൊടുക്ക്. 10 ജന്മത്തിലേക്കുള്ള വഴി നിങ്ങൾക്കറിയില്ല, അന്വേഷണ ഏജൻസിക്ക് കാണിച്ചു കൊടുക്ക്. സോണിയാഗാന്ധിനെ അറസ്റ്റ് ചെയ്യ്. ഇവിടെ അദ്ദേഹം കയറി പറയാണ് കേരളീയ സമൂഹം അങ്ങനെ ചിന്തിക്കുന്നില്ല. മിസ്റ്റർ, നിങ്ങളാണോ കേരളീയ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയാൻ? കേരളീയ സമൂഹത്തിന്റെ കുത്തക നിങ്ങൾക്കാണോ? ഇവരുടെ സ്ഥിരം ഭാഷയാ. കേരളീയ സമൂഹത്തിന്റെ തന്തയൊന്നും ആരും ആവണ്ട. കേരളീയ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങളുടെ പാർട്ടി അനുഭാവികൾ, നിങ്ങളുടെ കേഡറുകൾ അടക്കം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായിന്നേ. എന്നിട്ട് കിടന്ന് ഉരുളാണ്. നിങ്ങൾക്കിപ്പോ ഒരു കാര്യത്തിൽ ഉറപ്പായോ? ഈ പറയുന്ന ശിവകുമാറും ശ്രീകുമാറും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള കാര്യത്തില് ആരാ പറഞ്ഞത്? അരുൺകുമാർ ഏതെങ്കിലും ഒരു സൈബർ CPM-കാരനല്ല. എല്ലാ ദിവസവും ചാനൽ ചർച്ചയിൽ നിങ്ങളെ പോലെ വന്ന് ന്യായീകരിച്ച് മെഴുകുന്ന ഒരു മാന്യദേഹം എന്ന് പറയാണ്. ശ്രീകുമാർ എന്ന് പറയുന്നത് ഞങ്ങളുടെ മന്ത്രി ശിവകുമാറിന്റെ സഹോദരനാണ്. ഒരു ഉത്തരവാദിത്വമില്ലാതെ പച്ചക്കള്ളം ദിവസവും പടച്ചു വിടുകയാണ് ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹം ഉൾപ്പെടെയുള്ള CPM-ന്റെ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന ആളുകൾ. എന്തെങ്കിലും കാര്യം ആധികാരികമായി ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമോ? ഇദ്ദേഹം പറയണം, പറഞ്ഞിട്ട് പോകണം. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കല്ല. സോണിയാഗാന്ധി ചെയ്ത കുറ്റകൃത്യം എന്താ? സോണിയാഗാന്ധി ചെയ്ത കുറ്റകൃത്യം എന്താണ്? നിങ്ങൾ അന്വേഷണ ഏജൻസിയിൽ പോ. നിങ്ങൾ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്ക്. സോണിയാഗാന്ധി ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട്, അവർ അറസ്റ്റ് ചെയ്യണം. സോണിയാഗാന്ധി നിങ്ങളുടെ ബന്ധുവൊന്നുമല്ലല്ലോ, സോണിയാഗാന്ധി നിങ്ങളുടെ നേതാവൊന്നുമല്ലല്ലോ. വെറുതെ കിടന്നും മെഴുകരുത്. എന്താണ് യാഥാർത്ഥ്യം എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ പാർട്ടി സംവിധാനം പ്രതിക്കൂട്ടിലാണെന്നേ. പ്രതിക്കൂട്ടിലാണ്. ആ ജാല് നിങ്ങളുടെ മുഖത്തുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ഡോക്ടറേറ്റ്? നുണക്കഥകൾ ഉണ്ടാക്കുന്നതിനാണോ ഡോക്ടറേറ്റ്? വെറുതെ കിടന്ന് മെഴുകുന്നതിന് എന്താ കാര്യം? നിങ്ങൾ പറഞ്ഞിട്ട് പോകണം. സോണിയാഗാന്ധി ചെയ്ത കുറ്റകൃത്യം എന്ത്, സോണിയാഗാന്ധി ചെയ്ത കുറ്റകൃത്യം എന്തെന്ന് പറയണം, വിശദീകരിക്കണം. എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം നിങ്ങൾ അന്വേഷണ ഏജൻസി ഏൽപ്പിക്കണം. നിങ്ങളാ തെളിവ് കൊടുക്കുന്നേ. എന്നിട്ട് സോണിയാഗാന്ധിക്ക് നിങ്ങളുടെ ഔദാര്യം? സോണിയാഗാന്ധി നിങ്ങളുടെ നേതാവല്ലല്ലോ, സോണിയാഗാന്ധി നിങ്ങളുടെ PB മെമ്പറല്ലല്ലോ. എല്ലാ ചർച്ചകളിലും വന്ന് സോണിയാഗാന്ധി ആവർത്തിച്ചാൽ നിങ്ങൾ പറയുന്ന കുറ്റകൃത്യമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.